നമസ്കാരം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന് തയ്യാറെടുക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം? പെൻഷൻ പ്രായം ഉയർത്തുമോ? ക്ഷേമ പെൻഷന്റെ സ്ഥിതി എന്താകും? മദ്യവില കൂട്ടുമോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ബജറ്റിൽ മറുപടിയുണ്ടാകും. ക്ഷേമ പെൻഷനുകൾ മുടങ്ങില്ല എന്നാണ് ബജറ്റിന് മുന്നോടിയായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ മന്ത്രി പറയുന്നത്. എന്നാൽ നികുതി വർധനവുണ്ടാകും എന്ന സൂചന നൽകുന്നുണ്ട്. വിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും മന്ത്രി ഉന്നയിച്ചു. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. മാന്യകാലത്തെ മറികടക്കും. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമ്പത്തിക വിദഗ്ധനും CMB നേതാവുമായ ശ്രീ CP ജോൺ, BJP നേതാവ് ശ്രീ TP ജയചന്ദ്രൻ, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ BA പ്രകാശ്, അതോടൊപ്പം സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് എന്നിവരാണ്. അതിഥികളിലേക്ക് കടക്കുന്നു. ആദ്യം ശ്രീ TP ജയചന്ദ്രൻ, താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണനുമായി ഈ ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി ബാലഗോപാൽ വിശദമായി സംസാരിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് കേട്ടുനോക്കാം. ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിനങ്ങത്തെ വർഷം ഈ ഗവൺമെൻറ് വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമാവുന്നു. ഏതെങ്കിലും കാര്യത്തിനകത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം കൊടുക്കാതിരിക്കുകയോ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും മുടക്കം വരികയോ ചെയ്തിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി നടക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം. ഒരു 60-64 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ ബോർഡുകൾ ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നന്നായി നടക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനത്ത് വളരെ കാര്യമായിട്ടുണ്ട്. സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതിയിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ലോകത്താകെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇതിനേക്കാൾ രൂക്ഷമാകും അടുത്ത വർഷമെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കേരളത്തിൽ ഒരു മുട്ടുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്നു എന്നുള്ളത് ആശ്വാസകരമായൊരു കാര്യമാണ്. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ കേട്ട് കാണുമല്ലോ, ഈ സർക്കാർ എന്നത് ഈ ഭരണ തുടർച്ച എന്നതിൻ്റെ ഭാഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി ഇടതു വലതു പക്ഷങ്ങളാണ് മാറി മാറി ഭരിക്കുന്നത്. ഈ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത എന്നതെല്ലാം പല കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുമുണ്ട്. മാന്ദ്യകാലം അല്ലാതിരുന്നപ്പോഴും സാമ്പത്തിക ബാധ്യത ഒരു വെല്ലുവിളിയായി നിലനിന്നിരുന്നു. അതിപ്പോൾ ഉയർന്നു വരുന്ന സാഹചര്യവുമാണ് ഉള്ളത്. പക്ഷേ മന്ത്രി പറയുന്നത് ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടെങ്കിലും ക്ഷേമ പദ്ധതികൾക്ക് മുടക്കമുണ്ടാകുന്നില്ല, ക്ഷേമ പെൻഷനുകൾ കൃത്യമായി ലഭിക്കുന്നു, നിർമ്മാണ മേഖല പുരോഗതിയോടുകൂടി മുന്നോട്ടു പോകുന്നു. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്? അവിടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വീഴ്ച സംഭവിക്കുന്നതായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? അഭിലാഷേ, ഇത് 2023 പറയാൻ തുടങ്ങിയതല്ല. മാന്ദ്യത്തിൻ്റെത് മാത്രമാണോ വിഷയം? കേരളത്തിലെ വർഷങ്ങളായി ഭരണം മാറുമ്പോൾ ഇടതുമുന്നണി ഗവൺമെന്റ് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. തോമസ് ഐസക് അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ പറഞ്ഞു, കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു, 5 പൈസ ഇല്ല. അതിനിങ്ങോട്ട് ഈ കഴിഞ്ഞ 6.5 വർഷം, അതിന് മുമ്പുള്ള കഥകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ 6.5 വർഷക്കാലത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സംസ്ഥാന ബജറ്റ് മറികടക്കാൻ, സംസ്ഥാനത്തിന്റെ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കാൻ, വരുമാനം കൂട്ടാൻ, ദുർച്ചെലവുകൾ അവസാനിപ്പിക്കാൻ, ജനങ്ങൾക്ക് മൊത്തമായ ഒരു വികസനത്തിന്റെ മാതൃക നൽകാൻ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? സാധാരണക്കാരന്റെ ക്ഷേമ പെൻഷന്റെ പദ്ധതികൾ പറഞ്ഞ ആളുകളെ കണ്ണിൽ പൊടിയിരുന്നവർ നടത്തുന്ന ധൂർത്ത് കേരളത്തിൽ അല്പം ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ എത്ര കോടി രൂപ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ നോക്കൂ, കേരളത്തിലെ ഒരു മന്ത്രിക്ക് ഇന്ത്യ രാജ്യത്തുള്ള സർവകാല റെക്കോർഡാണ് അവരുടെ പേഴ്സണൽ സ്റ്റാഫ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 20 മന്ത്രിമാർക്ക്
2.5 കൊല്ലത്തേക്ക് 480 പേഴ്സണൽ സ്റ്റാഫാണുള്ളത്. അവർക്കൊരു അണ്ടർ സെക്രട്ടറിയുടെ ശമ്പളമാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുക്കിന് പോലും കേരളത്തിലെ ഖജനാവിന് താങ്ങാൻ കഴിയാത്ത അത്രയും ഭീമമായ തുക കൊടുക്കേണ്ടി വരുന്നു. അവർക്ക് 2.5 കൊല്ലം കഴിഞ്ഞാൽ അവരെ മാറ്റി പുതിയ ടീമിനെ വെക്കുന്നു. അവർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കേണ്ടി വരുന്നു. 114 ഡിപ്പാർട്ട്മെന്റുകളുണ്ട് കേരളത്തിൽ. ഇതൊക്കെ ആവശ്യമുണ്ടോ? ഇവർക്കുള്ള തസ്തിക, കാറ്, ഓഫീസ്, വൈദ്യുതി, ചെലവ്, ഡ്രൈവർ. 21 PSC മെമ്പർമാരുണ്ട് കേരളത്തില്. UPSCക്ക് 10 ആണുള്ളത്. മധ്യപ്രദേശിൽ 3 UPSC മെമ്പർമാരാണുള്ളത്. മുന്നോക്കം, പിന്നോക്കം, യുവജനക്ഷേമ കോർപ്പറേഷനുകൾക്ക് വേണ്ടിയിട്ട് എത്ര കോടി രൂപയാണ് പ്രതിമാസം തുലയ്ക്കുന്നത്? ഏറ്റവും അവസാനം ഇതാ കേരളം പട്ടിണി കിടക്കുന്നു പറയുമ്പോൾ ക്യാബിനറ്റ് റാങ്കിൽ ഒരാളെ ഡൽഹിയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഖജനാവിൽ നിന്ന ചോർച്ചയോടൊപ്പം ഇത് തടയാതെ കേരളത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? തീർത്തും അക്ഷരാർത്ഥത്തിലുള്ള പീഡിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന കൊള്ളയും ഇനി കേരളം എങ്ങോട്ടാണ് വർദ്ധിപ്പിക്കാനുള്ളത്? നോക്കൂ, ഭാരതം എടുത്താൽ ഏറ്റവും വലിയ കൊള്ള ചെയ്യുന്ന സംസ്ഥാനമാണെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് കുറ്റബോധമുണ്ട്. നോക്കൂ, തമിഴ്നാട്ടില് 280 യൂണിറ്റ് വൈദ്യുതിക്ക് 405 രൂപയുള്ളപ്പോൾ കേരളത്തിൽ അത് 1142 ഏറ്റവും കൂടിയ ഭൂനികുതി ഈടാക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്താണ് കേരളത്തിന്റെ അസുഖം? ആ അസുഖം പറഞ്ഞ് ചികിത്സിക്കാൻ ധനമന്ത്രി തയ്യാറാകുമോ? അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ബജറ്റ് പ്രകാരം 1,34,000 കോടി രൂപയാണ് കേരളത്തിലെ 2022-23 വർഷത്തിലെ ചെലവ്, വരുമാനം. എക്സ്പെൻഡിച്ചർ 1.74 ലക്ഷം കോടിയാണ്. കേരളത്തിലെ ഇദ്ദേഹം തന്നെ ആഴ്ച മുമ്പ് പറഞ്ഞൊരു കണക്കിൽ പറയുന്നത്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ മുമ്പോട്ട് വെക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. GST വരുമാനം കുറയുന്നു, അത് പിരിച്ചെടുക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നു. വിൽപ്പന നികുതി പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു. നികുതിയേതര വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് അപകടകരമായ അവസ്ഥ നിൽക്കുന്നു. വിതരണം ചെയ്ത മുൻ വായ്പകൾ അത് തിരിച്ചെടുക്കുന്നതിനോ അതിന് പലിശ പിരിക്കുന്നതിനോ സംസ്ഥാനം ലക്ഷ്യമിടുന്നതിനേക്കാൾ എത്രയോ താഴെയാണ്. അവർ ഒരു കണക്ക് കൂടി പറഞ്ഞു. 42,636 കോടി രൂപയാണ് ബാലഗോപാലന്റെ കഴിഞ്ഞ ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന GST വരുമാനം. എന്തേ അഭിലാഷ, ഇന്ത്യ രാജ്യം മുഴുവൻ GSTയുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ കേരളത്തിൽ മാത്രമായിട്ട് എന്തുകൊണ്ടാണ് കുറയുന്നത്? കേരളത്തിന്റെ ധൂർത്തല്ലേ ഇതിന്റെ കൃത്യമായ കാരണം. സംസ്ഥാനത്തിന്റെ വര പറഞ്ഞ് ഞാൻ വീണ്ടും പറയും, ഈ സംസ്ഥാനത്ത് ഈ ധൂർത്തിനിടയിൽ അവർക്ക് ആവശ്യമുള്ളവരുടെ ഒക്കെ പണം, കമ്പനികളുടെ ഒക്കെ തുക തിരിച്ചെടുക്കുന്നതിൽ യാതൊരു അലംഭാവവും അവർ കാണിച്ചിട്ടില്ലല്ലോ. നോക്കൂ, റബ്കോയുടെ, അവരുടെ ചില സൊസൈറ്റികളുടെ കേരള ബാങ്ക് തുടങ്ങുന്നതിന് വേണ്ടി ഈ പാപ്പരായ കേരളം ചെയ്യുന്നു. ഉത്തരം വളരെ ലളിതമാണ് അഭിലാഷേ. ഈ ഗവൺമെന്റ് പാവപ്പെട്ടവന് നക്കാപ്പിച്ച കൊടുത്ത് അതിന്റെ മറവിൽ പാർട്ടി നേതാക്കന്മാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന അവസാനിപ്പിച്ചാൽ തന്നെ ഒരു പരിധിവരെ കേരളം രക്ഷപ്പെടും. അതോടൊപ്പം ഞാൻ താങ്കളിലേക്ക് വരാം. എന്തായാലും ഈ കേരളത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കേന്ദ്രവും കുറ്റക്കാരാണ് എന്ന് ധനമന്ത്രി പറയുന്നുണ്ട്. ഞാൻ ആ പ്രതികരണം നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ കേൾപ്പിക്കാം. എന്തായാലും ശ്രീമതി മേരി ജോർജ്, ഒരു ഭാഗത്ത് ഈ സാധാരണ സർക്കാരുകൾ എപ്പോഴും മാറി മാറി വരുന്നതാണ് പതിവ്. പക്ഷേ ഇപ്പോഴങ്ങനെ ആയിരുന്നില്ല. ശരിക്കും സർക്കാരിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇടതു മുന്നണി നേതൃത്വം നൽകുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഒരു സുവർണ അവസരം തന്നെയാണ്. കാരണം ഈ പ്രതിസന്ധിയിലായിരുന്നു ഇതിനു മുമ്പുള്ള സർക്കാർ എന്ന് പറഞ്ഞത് ധനമന്ത്രിയായി ചുമതലയേറ്റ തോമസ് ഐസക്കാണ്. അവിടെ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ പൂച്ച പെറ്റുകിടക്കുന്ന സാഹചര്യമാണ് എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം. അതിൽ നിന്ന് മാറി ചിന്തിക്കാനും മാറി പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരം അത് രണ്ടാമതും സംസ്ഥാനത്ത് ജനങ്ങൾ നൽകി ഇടതുപക്ഷത്തിന് എന്നാണ്. അപ്പോൾ മുണ്ടു മുറുക്കിയെടുക്കേണ്ട സമയമാണ് എന്ന് ജനങ്ങളോട് പറയുമ്പോൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഈ കേന്ദ്ര പദ്ധതികളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി KV തോമസിനെ, അവിടെ വേണു രാജാമണി ഉണ്ട് എങ്കിൽ കൂടി ഒരാൾ കൂടി ഇരിക്കട്ടെ എന്ന തരത്തിൽ അക്കോമഡേഷൻ നൽകുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് ദീർഘവീക്ഷണത്തോടെ പോകാൻ നമ്മുടെ സർക്കാർ തയ്യാറായിരുന്നോ? മിസ്റ്റർ അഭിലാഷ്, എന്റെ പൂർണ്ണ വിശ്വാസം ഈ കുറച്ചു കാലങ്ങളായിട്ട് കേരളത്തിന്റെ സർക്കാരുകൾ ധന അച്ചടക്കം, സാമ്പത്തിക അച്ചടക്കം എന്നല്ല പറയേണ്ടത്, ധന അച്ചടക്കം, ധനപ്രതിസന്ധിയാണ് സംസ്ഥാനം ഇപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അല്ലെ, എല്ലാവരും തെറ്റിച്ചാണ് അത് പ്രയോഗിക്കുന്നത്. താങ്കൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ധനമന്ത്രി പോലും തെറ്റിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് ധനപ്രതിസന്ധിയാണ്. അതായത് നമ്മൾ ഫിനാൻസ് മിനിസ്റ്ററെ ധനമന്ത്രി എന്നല്ലേ വിളിക്കുന്നത്, ഫിനാൻസ് മിനിസ്റ്ററെ, അല്ലാതെ സാമ്പത്തിക മന്ത്രി എന്നല്ലല്ലോ വിളിക്കുന്നത്. അപ്പൊ ഫിസ്ക്കൽ ക്രൈസിസ് അഥവാ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ധനപ്രതിസന്ധിയാണ്. അതായത് സർക്കാരിന്റെ പ്രതിസന്ധി ധനപ്രതിസന്ധിയാണ്. അപ്പോ അങ്ങനെ ഈ ധനപ്രതിസന്ധി പിന്നെ ജയേന്ദ്രൻ മാഷ് പറഞ്ഞതുപോലെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതീവ ഗൗരവമുള്ളത് തന്നെയാണ്. പക്ഷെ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ശ്രീ തോമസ് ഐസക് അന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ, അതായത് 2000 ആണ്ട് മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും നമുക്ക് ധനപ്രതിസന്ധി ഉണ്ട്. അതിന് ഏറ്റക്കുറച്ചിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ ധനപ്രതിസന്ധി 2016 അതായത് ഡോക്ടർ ഐസക് ഒക്കെ, അതായത് ആദ്യ പിണറായി വിജയൻ ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോൾ ആ പ്രതിസന്ധി വളരെ ലഘുവായിരുന്നു. ആ ലഘുവായിരുന്ന സാഹചര്യത്തിൽ പോലും ഡോക്ടർ ഐസക് പറഞ്ഞതാണ് പൂച്ച പെറ്റ് കിടക്കുന്നു ഖജനാവിൽ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അതല്ല. അതിനേക്കാൾ ഉപരി ഈ തരത്തിൽ മുൻപോട്ട് പോയാൽ 2021 ആവുമ്പോഴത്തേക്കും ശമ്പളവും പെൻഷനും പോലും മുടങ്ങിപ്പോകുന്ന തരത്തിൽ ധനപ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് അദ്ദേഹം വൈറ്റ് പേപ്പറിലൂടെ പറഞ്ഞത്. അപ്പൊ ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത ഞാൻ ഓർക്കുകയാണ്. അതായത് യൂണിവേഴ്സിറ്റികൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാന്റ് കൊണ്ടാണ് അവരുടെ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ ഈ അടുത്ത, അതായത് ജനുവരിയിലെ ശമ്പളം കൊടുക്കേണ്ട, ഫെബ്രുവരിയിലെ ശമ്പളം കൊടുക്കേണ്ട ഗ്രാന്റ് ജനുവരി 1-2 തീയതിയൊക്കെ ആവുമ്പോഴത്തേക്ക് സാധാരണ യൂണിവേഴ്സിറ്റിയിലെത്തും. ഇത് ഈ പ്രാവശ്യം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ഫെബ്രുവരിയിലെ യൂണിവേഴ്സിറ്റിയുടെ ശമ്പളം മുടങ്ങുമോ എന്ന് അവർ ആദ്യ പൂണ്ടിരിക്കുന്നു. അത് ഇന്ന് പത്രത്തിൽ വാർത്തയായിട്ട് വന്നിരിക്കുന്നു. അത് കാണുമ്പോൾ തന്നെയാണ് മറുവശത്ത് നമ്മൾ കാണുന്നത്, അതാണ് 11 കോടി രൂപയുടെ, അതായത് ജലവൈദ്യുത പദ്ധതിയല്ല, കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ചെലവിട്ട, കോൺട്രാക്ടർമാർക്ക് കൊടുത്ത് ചെലവിട്ട 11 കോടി രൂപയുടെ വൗച്ചർ ഇല്ല. അതായത് അത് അവിടെ ചേർക്കേണ്ടടുത്ത് ചേർക്കാതെ എന്ന് വെച്ചാല് ഉദ്യോഗസ്ഥര് കൈമടങ്ങായി എടുത്തുകൊണ്ട് പോയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ ഒരു വശത്ത് ഇതുപോലെ ഉള്ള, അതായത് വിഭവ ചോരണം, ചോഷണമെന്നോ ചോരുന്നു എന്ന് വെച്ചാൽ എങ്ങനെയാണ് മോഷ്ടിച്ചു ചോരുന്നോ എങ്ങനെ നമുക്കറിഞ്ഞൂടാ. മറുവശത്ത് ഈ അമിതമായ ചെലവ് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട്, ഇതൊക്കെ വരാനിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ് 2002 അതായത് 900 അഭിലാഷിനറിയാം, ഇന്ത്യ തന്നെ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മൾ LPG ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ LPG പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നത്. അങ്ങനെ വീണ്ടും കടക്കണിയിലേക്ക്, അതായത് സംസ്ഥാനങ്ങൾ ഓരോന്നായി കടക്കണിയിലേക്ക് പോയാൽ ആ കടഭാരം മുഴുവൻ അവസാനം വരുന്നത് കേന്ദ്രത്തിന്റെ തലയിലാണ്. അങ്ങനെ കേന്ദ്രം തന്നെ, ഇന്ത്യ തന്നെ കടക്കണിയിലേക്ക് പോകും. അങ്ങനെ പോകാതിരിക്കാനാണ് 2002 ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്നൊരു ആക്ട് പാസ്സാക്കുന്നത്. ആ ആക്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം 0 ആക്കണം. അതായത് റവന്യൂ ചെലവും റവന്യൂ വരുമാനവും തമ്മിൽ ഒന്ന് ചേർന്ന് പോകണം, മാറ്റം ഉണ്ടാകാൻ പാടില്ല, വിടവുണ്ടാകാൻ പാടില്ല. അത് ഒരു സംസ്ഥാനത്തിന് ഇതുവരെ പാലിക്കാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള മാൻഡേറ്റ്, ആ നിയമം പറയുന്ന മാൻഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു വർഷത്തെ അതത് വർഷത്തെ കടം എന്ന് പറയുന്നത് GSDPയുടെ 3%, GSDP എന്ന് പറഞ്ഞാല് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മൊത്ത വരുമാനം, അതിന്റെ 3% കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർന്നില്ല, ഒന്നുകൂടിയുണ്ട് വളരെ പ്രധാനമായിട്ട്. ഒരു സംസ്ഥാനത്തിന്റെ സഞ്ചിത കടം, ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് എന്ന് പറഞ്ഞാല് സംസ്ഥാനം ഫോം ചെയ്ത വർഷം മുതൽ ഇന്നേ തീയതി വരെ അക്യൂമുലേറ്റ് ചെയ്ത കടം, അത് ആ GSDPയുടെ അഥവാ സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 29% കൂടാൻ പാടില്ല. ഇതാണ് മൂന്നാമത്തെ മാൻഡേറ്റ്.
ഈ 3 മാൻഡേറ്റുകളിൽ ഒന്നാമത്തത്, അതായത് റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഒന്നിച്ചാക്കണം എന്നുള്ളത് ഒരു സംസ്ഥാനത്തിനും ഇതുവരെ, കേന്ദ്രത്തിനോ സംസ്ഥാനങ്ങൾക്കോ ഇതുവരെ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ ഘടകം എന്താണത്? മാൻഡേറ്റ് എന്താണത്? GSDPയുടെ 3% ഓരോ വർഷത്തെയും കടം നിജപ്പെടുത്തണം. അത് പല സംസ്ഥാനങ്ങളും നേടിയിട്ടുണ്ട്. കേരളത്തിന്റെ ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലെ കടം ഒന്ന് നോക്കണം. സഞ്ചിത കടം 29% കൂടാൻ പാടില്ലെന്നാണ്. ആ സഞ്ചിത കടമാണ് 37.2% കഴിഞ്ഞ 3 വർഷവും 37% മുകളിലാണ്. അപ്പൊ ഈ കഴിഞ്ഞ മാസമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഓൾ ഇന്ത്യ, അതായത് സംസ്ഥാനതല പഠനം നടത്തി പറയുന്നു 4 സംസ്ഥാനങ്ങളാണ് 35% മുകളിൽ, 29% ഇരിക്കേണ്ടതാണ് 35% മുകളിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതിലൊന്നാണ് കേരളം. മാത്രവുമല്ല, കേരളം 35 മുകളിലാണ്. നമ്മൾ പറഞ്ഞല്ലോ 37.12% കടം കേരളത്തിന്റെ. കഴിഞ്ഞ 3 വർഷങ്ങളിലെയും കടം ഏകദേശം 37 കൂടുതലാണ്. അതുകൊണ്ട് തീർന്നില്ല അഭിലാഷ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഈ കടം മാത്രമല്ല, കിഫ്ബി വഴിയായിട്ട് എടുത്തിരിക്കുന്ന 70,762 കോടി, അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് പറഞ്ഞല്ലോ, ഇപ്പൊ തൊട്ടു മുൻപ് ധനമന്ത്രി പറഞ്ഞല്ലോ 64 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു എന്ന്. അത് കൊടുക്കാൻ വേണ്ടി കടമെടുത്തിരിക്കുന്ന അതാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ. ഇത് രണ്ടും കൂടി ബജറ്റിനകത്ത് ഉൾക്കൊള്ളിക്കണം. ഇത് രണ്ടും ബജറ്റിന് പുറത്തുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ് ഗവൺമെന്റ്, അതായത് ഡോക്ടർ തോമസ് ഐസക് കിഫ്ബി വന്നപ്പോഴേ പറഞ്ഞത്. അതുപോലെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ബജറ്റിന് പുറത്തുള്ള കടമാണ്, അതുകൊണ്ട് ബജറ്റിൽ ഇത് പറയേണ്ട ആവശ്യമില്ലെന്നാണ്. അപ്പൊ പക്ഷെ ബജറ്റ് സ്പീച്ച് എടുത്തു നോക്കിയാൽ അഭിലാഷിന് കൃത്യമായിട്ട് ഈ കടത്തിന്റെ കണക്ക് കാണാം. അതേ സമയത്ത് ബജറ്റ് ഡോക്യുമെന്റ് ആയ ബജറ്റ് ഇൻ ബ്രീഫിൽ ഇത് കിട്ടുകയുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ 2 കടം, അതായത് ഈ 70,762 കോടിയും അതോടൊപ്പം തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി എടുത്തിട്ടുള്ള 30,000 കോടിയും CAG പറഞ്ഞു ബജറ്റിനകത്താക്കണം. ഫിനാൻസ് മിനിസ്റ്റർ, അതായത് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞു അത് ബജറ്റിനകത്താക്കണം. കേന്ദ്ര ഗവൺമെന്റും പറയുന്നു അത് ബജറ്റിനകത്താക്കണം. അങ്ങനെ ആക്കിയിരിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് ബജറ്റിനകത്ത് കണക്ക് കൂട്ടി പറഞ്ഞപ്പോഴാണ് ഇപ്പോ 40% വരെ എത്തിയിരിക്കുന്നു. അതായത് 29 സംസ്ഥാനത്തിൽ നിർത്തേണ്ട കടം 40% വരെ എത്തിയിരിക്കുന്നു. അഭിലാഷ്, ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ 2 അയൽ സംസ്ഥാനങ്ങളെ നമുക്കൊന്ന് നോക്കാം. കർണാടകത്തിന്റെ കടം 27.8%. അതുപോലെ തമിഴ്നാടിന്റേത് 26.24%. അപ്പോഴാണ് കേരളത്തിന്റെ കടം 40%-ലും മുകളിലായിരിക്കുന്നു എന്ന് റിസർവ് ബാങ്ക് പറയുന്നു. ഇനി ഒരു കാര്യവും കൂടി പറഞ്ഞോട്ടെ, അതായത് നമ്മുടെ ശ്രോതാക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. ഒരു കാര്യം കൂടി, എന്തുകൊണ്ടാണ് കിഫ്ബി വഴി എടുത്ത കടവും സോഷ്യൽ സെക്യൂരിറ്റി എന്തുകൊണ്ടാണ് ഇത് രണ്ടും പിന്നെ ബജറ്റിൽ വരണം, ബജറ്റിനകത്താണ് എന്ന് ഈ CAGയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നിർമ്മല സീതാരാമനും പറയുന്നത്? 3 കാരണങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ട് കിഫ്ബി ബോണ്ടിൽ എല്ലാവരും പണം നിക്ഷേപിക്കുന്നു? കാരണം ഗവൺമെന്റ് ആണ് അതിന്റെ ഗ്യാരണ്ടർ. എന്ന് വെച്ചാൽ ആകാശം ഇടിഞ്ഞു വീണാല് ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ആ കടം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ അതിൽ തന്നെ തീരുന്നില്ല അഭിലാഷ്. അതായത് സംസ്ഥാന ഗവൺമെന്റിന് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി വന്നാൽ ഇതൊരു ഫെഡറൽ സംവിധാനമാണ്, കേന്ദ്ര ഗവൺമെന്റ് അത് തിരിച്ചടയ്ക്കും. അതാണ് അവിടുത്തെ ധൈര്യം, ഈ സോവറിൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാരണം അത്. ഇനി രണ്ടാമത്തെ കാരണം, നമ്മുടെ മോട്ടോർ വെഹിക്കിൾസ് ടാക്സിന്റെ 50% നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്, ഖജനാവിലേക്കല്ല പോകുന്നത്. ബജറ്റില് ഉൾപ്പെടുത്തണ്ടായിരുന്നു ഇത് ഖജനാവിലേക്ക് പോകേണ്ട പണം അങ്ങോട്ട് പോകാതിരുന്നെങ്കിൽ. പക്ഷെ ആ പണം പോകുന്നത് അങ്ങോട്ടാണ്. എന്ന് വെച്ചാൽ അത് ബജറ്റിനകത്ത് വരില്ലേ? മൂന്നാമത്തെ കാരണം, നമുക്കറിയാം 1% പെട്രോളിയം സെസ് ഇവിടെ ഈടാക്കുന്നുണ്ട് കേരളത്തില്.
അത് പോകുന്നതും കിഫ്ബി ഫണ്ടിലേക്ക്, അതായത് കിഫ്ബിയുടെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 ഫണ്ട് പോകുന്നത്. അപ്പൊ 3 കാരണങ്ങൾ: ഒന്ന് മോട്ടോർ വെഹിക്കിൾസ് ടാക്സിന്റെ അങ്ങോട്ട് പോകുന്നു, 2 സെസ് ഈടാക്കുന്നത് അങ്ങോട്ട് പോകുന്നു, 3 ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടർ. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ കടം ഗവൺമെന്റിന്റെ ബജറ്റിനകത്ത് തന്നെ വരണം എന്ന് അനുശാസിക്കുന്നത്. ബുദ്ധിയുള്ള ആർക്കും അത് മനസ്സിലാകും. ഞാൻ മേഡത്തിലേക്ക് വരാം. ശ്രീ ബി എ പ്രകാശ്, നേരത്തെ അപ്പൊ ഇത് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി മേരി ജോർജ് 1990 മുതലുള്ള ഒരു ചരിത്രം, ഈ എങ്ങനെയാണ് ഈ സ്വകാര്യ മേഖലയിലേക്കും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരുകളിലേക്കുമൊക്കെ ബാധ്യതകൾ ഉൾപ്പെടെ കടന്നു വന്നത് എന്നത് മുതൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധി വരെയാണ് സൂചിപ്പിച്ചത്. അതിൽ തന്നെ എന്നെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്കൊക്കെ സ്വാഭാവികമായി ഇതൊക്കെ വായിച്ചും കേട്ടുമുള്ള അറിവ് മാത്രമാണ്. അതിൽ തന്നെ ഈ ലാലു പ്രസാദ് യാദവ് കേന്ദ്ര റെയിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രയോഗിക്കുന്ന ഒന്നായിരുന്നു ലാലു മാജിക് എന്ന്. ഈ KSRTC അടക്കം കരകയറ്റാൻ അത്തരം എന്തെങ്കിലും മാജിക് ഉണ്ടോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ഉമേഷിന്റെ ചോദ്യം. ഇത് മാജിക് കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റില്ലല്ലോ എന്ന് അദ്ദേഹം മറുപടിയും നൽകുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം KN ബാലഗോപാൽ ചോദിക്കുന്ന ചോദ്യം, സാധാരണക്കാർക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷനുകൾ അത് കിട്ടുന്നുണ്ട്, നിർമ്മാണ മേഖലയിലടക്കം തൊഴിൽ നടക്കുന്നുണ്ട്. ഈ പ്രതിസന്ധിയൊക്കെ പറയുമ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ട് സാധാരണക്കാരായ ആളുകൾ നേരിടുന്നുണ്ടോ എന്നാണ് ചോദ്യം. മറുഭാഗത്താകട്ടെ കടം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാരെ ബാധിക്കുന്നുണ്ടോ? അത് എങ്ങനെയാണ് സാധാരണക്കാർക്ക് ബോധ്യമാവുക? അല്ലെങ്കിൽ അവരെ ഏത് തരത്തിലാണ് അത് ബാധിക്കുന്നുവെങ്കിൽ ബാധിക്കുന്നത്? അതായത് നമ്മുടെ ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനകാര്യ പ്രതിസന്ധിയാണ് ഇപ്പോൾ സംസ്ഥാനം നേരിടുന്നതെന്നുള്ളതാണ്. അതാണല്ലോ യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ പ്രസക്തമായൊരു ചോദ്യം എന്താണ്, സാധാരണക്കാരനെ ബാധിച്ചിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ശമ്പളവും പെൻഷനും പിന്നെ ചില അത്യാവശ്യ ഭരണ ചെലവുകൾ ഒഴിച്ച് ബാക്കി ഏതെല്ലാം മേഖലകളിൽ സാധാരണക്കാരനോ ജനങ്ങൾക്കോ പണം കിട്ടേണ്ട പേയ്മെന്റ്സ് എല്ലാം നിന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അത് കോൺട്രാക്ടേഴ്സിനായാലും പിന്നീട് കർഷകർക്ക് നെല്ലിന്റെ വില കിട്ടുന്നതിൻ്റെ ആയാലും പല പിന്നീട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളം കിട്ടുന്നതായാലും പിന്നീട് കുട്ടികൾക്ക് ഗ്രാന്റ് കിട്ടുന്നതായാലും ഏത് ഐറ്റം എടുത്താലും, അതായത് ഈ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി ഈ ഏതാണ്ട് മറ്റെല്ലാ മേഖലകളിലും, അതായത് ഗവൺമെന്റിന്റെ പേയ്മെന്റ് സംവിധാനം മുഴുവനും, ആശുപത്രികളിൽ പോയാൽ മരുന്നില്ല, അല്ല ഇതുപോലെ എല്ലാ മേഖലകളിലും. അപ്പൊ ചുരുക്കത്തിൽ ഈ പണമില്ലാത്തത് മൂലം ഈ സംസ്ഥാനത്തിന്റെ പേയ്മെന്റ് നടത്തേണ്ട എല്ലാ മേഖലകളിലും മരവിച്ച് ഏതാണ്ട് വലിയൊരു സ്തംഭനത്തിലേക്ക് സംസ്ഥാനം നീങ്ങുന്ന വളരെ ഇതുവരെ കാണാത്ത വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അത് നിങ്ങളിപ്പോ ഈ പത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ, കഴിഞ്ഞ 2 ആഴ്ചത്തെ പത്രം എടുത്ത് നോക്കൂ, എത്ര പേയ്മെന്റ്സ് എവിടെയെല്ലാം മുടങ്ങി എന്നുള്ളത്. വാട്ടർ അതോറിറ്റിയിൽ എവിടെയും ക്രൈസിസ് ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു അർത്ഥം? വികസനം സ്തംഭനത്തിലേക്ക് നീങ്ങുന്നു, പിന്നീട് സാമൂഹ്യക്ഷേമ പരിപാടികൾ സ്തംഭനത്തിലേക്ക് നീങ്ങുന്നു. അതായത് അവിടെ ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സാർ ഈ സ്വാഭാവികമായി സാർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് സർക്കാരിൽ നിന്ന് ഫണ്ട് പമ്പ് ചെയ്യപ്പെടേണ്ട മേഖലകളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അല്ലെങ്കിൽ ഞാനടക്കം തൊഴിൽ ചെയ്യുന്നത്, മാധ്യമ സ്ഥാപനങ്ങളടക്കം വലിയ തോതിൽ അത് സ്വകാര്യ സ്ഥാപനങ്ങളാണല്ലോ. അവിടെ ജോലി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നു, ജീവിക്കുന്നു. ഓട്ടോ ഓടിക്കുന്നു, ശമ്പളം കിട്ടുന്നു, ജീവിക്കുന്നു. കൂലിപ്പണിക്കാരൻ തൊഴിലിന് പോകുന്നു, ജീവിക്കുന്നു. ഈ നിലയിലാണല്ലോ കണക്കാക്കുന്നത്. അതിൽ ഈ സാധാരണക്കാരിലേക്ക് നേരിട്ടെത്തുന്നത് ക്ഷേമ പെൻഷനുകൾ പോലെയുള്ളതാണ്. അതൊക്കെ ഈ പ്രായമായവർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ എന്നാൽ വലിയ പ്രതിസന്ധി ഇവിടെയുണ്ട് എന്ന് പല വ്യാപാരികൾ, വ്യവസായികളടക്കം കഴിഞ്ഞ തവണത്തെ ഈ ഓരോ സീസണിലും ഉണ്ടായിട്ടുള്ള കച്ചവടമടക്കം കണക്കാക്കിക്കൊണ്ട് പറയുന്നുമുണ്ട്. അത് എങ്ങനെയാണ് നമുക്കൊരു അളവുകോലാക്കി എടുക്കാൻ സാധിക്കുക? അല്ലല്ല, നിങ്ങൾ സംസാരിക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ്. അതെ, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും അതെന്ന് പറഞ്ഞാൽ ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി. അത് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ധനസ്ഥിതിയാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഈ സർക്കാർ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സർക്കാരാണ് ഇവിടുത്തെ നമ്മുടെ ഭരണം, അതിൽ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ, ബാക്കിയുള്ള എല്ലാ മേഖലകളും ഇടപെടുന്നത്. ഈ റോഡ് പണിയണമെങ്കിലും സർക്കാരിന്റെ പണം വേണം. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിന്റെ പ്രവർത്തനമായാലും മറ്റേത് മേഖലയ്ക്കും പണം വേണം. അപ്പോ നമ്മുടെ പൊതു സർവീസുകൾ, ഇപ്പൊ ആശുപത്രികൾ നടക്കണമെങ്കിൽ സർക്കാരിന് പണം വേണം. അപ്പോ ഈ സർക്കാർ മേഖല
പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടുത്തെ ക്രൈസിസ് കേരളം കാണാത്ത ക്രൈസിസ് എന്ന് പറയുന്നത് ഈ സർക്കാർ മേഖലയിൽ പണമില്ലാത്തത് മൂലമുള്ള ക്രൈസിസ് ആണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സർക്കാരിന് വികസന മേഖലകളിലും അടിസ്ഥാന ഘടക മേഖലകളിലും മറ്റ് മേഖലകളിലും പണം ചെലവാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിയെന്നുള്ളതാണ്. അതുമൂലം എന്താണ്, റോഡ് പണിയാൻ പറ്റില്ല. ഇപ്പൊ ഒരു കോൺട്രാക്ട് കൊടുത്താൽ കോൺട്രാക്ട് എടുക്കാനായിട്ട് കോൺട്രാക്ടേഴ്സ് തയ്യാറാവില്ല. അങ്ങനെ വളരെ ഒരു മേഖല ഈ സർക്കാരിന്റെ പണം മുടക്കുന്ന അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ്സ് പണം മുടക്കുന്ന അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ പണം മുടക്കുന്ന മേഖലകളിലൊക്കെ തന്നെ വലിയ ഒരു ക്രൈസിസിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. അതിനെയാണ് നമ്മളിവിടെ കേരളം കാണാത്ത ക്രൈസിസ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ കുറേയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ല മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ സർക്കാർ ഇടപെട്ട് നടക്കേണ്ട പൊതുമേഖലാ സർവീസുകളും പ്രവർത്തനങ്ങളും എല്ലാം സ്തംഭനത്തിലേക്ക് നീങ്ങുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സർക്കാരിന് വികസനക്ഷേമ മേഖലകളിൽ അടിസ്ഥാന ഘടക മേഖലകളിൽ ഇടപെടാനായിട്ടുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. സർക്കാരിന്റെ വരുമാനം മുഴുവനും ശമ്പളവും പെൻഷനും വേണ്ടി മാത്രം ചെലവാക്കും. തീർച്ചയായും നമുക്ക് ഈ ബാലഗോപാലുമായി ഞങ്ങളുടെ പ്രതിനിധി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ പ്രൊഡക്റ്റുമായി, അതായത് ഈ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, ആ തരത്തിൽ ഒരുപക്ഷെ ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധി എന്നത് കേരളം മാത്രം നേരിടുന്ന ഒന്നല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. നമുക്ക് ആ വാക്കുകൾ കൂടി കേട്ട ശേഷം നമുക്ക് ചർച്ച തുടരാം. ഈ 100 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ ലോകം നേരിടുന്നതെന്നും ഇനി വരാൻ പോകുന്ന വർഷത്തിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ പുതിയ ടെക്നോളജി വന്നപ്പോൾ ജനങ്ങൾക്ക് പരമാവധി ജോലി കൊടുക്കാവുന്ന തരത്തിലേക്ക് ഈ ഡെവലപ്മെന്റിനെയും ടെക്നോളജിയെയും മാറ്റിയെടുക്കുന്നതിന് പകരം പരമാവധി ആൾക്ക് ജോലി കൊടുക്കാതെ ഒക്കെ മറ്റ് സാങ്കേതികവിദ്യ വഴി മാത്രം ചെയ്യാവുന്ന തരത്തിലേക്ക് ഒരു മാനേജ്മെന്റ് വരുന്നതുകൊണ്ട്, അത്തരം ഒരു സിസ്റ്റം വരുന്നതുകൊണ്ട് ആളുകളുടെ പർച്ചേസിംഗ് പവർ കുറയും, സ്വാഭാവികമായിട്ടും കമ്പോളം ചുരുങ്ങും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മുടെ മാത്രം കൈപ്പിടി നിൽക്കുന്നതല്ല. നമ്മുടെ ഇവിടുന്ന് തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ ലോക മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് പലരും. അപ്പോൾ അതൊക്കെ ബാധിക്കും. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റം തന്നെ കുറച്ച് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യണം. ശ്രീ ജയചന്ദ്രൻ, അതായത് അപ്പോൾ ഈ പ്രതിസന്ധിയെ സർക്കാർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അതിന് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹം ഈ വാക്കുകളിൽ പുലർത്തുന്നുണ്ടോ? അല്ല, ഇത് മാധ്യമത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വിടുവായത്വമല്ലേ അഭിലാഷേ? എനിക്കറിയില്ല എന്തുകൊണ്ട് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പാർട്ടിയോ പ്രതിനിധിയോ ഈ ഡിബേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ആ ചോദ്യം ചോദിച്ചത് കൊണ്ട് തീർച്ചയായും പറഞ്ഞു പോകണമല്ലോ. സർക്കാരുമായി ബന്ധപ്പെട്ട പാർട്ടി പ്രതിനിധികളെ ഈ ചാനലിലെ ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ പലരും അതിന് തയ്യാറാകാത്തത് ഇത് ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പുള്ളതാണല്ലോ. കാരണം ബജറ്റിൽ എന്തൊക്കെ എന്നത് അതൊരു രഹസ്യ സ്വഭാവമുണ്ട്. സ്വാഭാവികമായി അതിനു മുമ്പ് പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകാം, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന തരത്തിലാകണമെന്നില്ല ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വരുന്നത്. അതുകൊണ്ട് അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാകാതെ പോയതാണ്. ഞാനത് അവസാനം സൂചിപ്പിക്കാമെന്ന് കരുതിയതാണ്. താങ്കൾ പറഞ്ഞതുകൊണ്ട് തുടരാം. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ ഇടതുപക്ഷ പ്രതിനിധികൾ ഈ ചർച്ചയിൽ അവരുടെ നിലപാട് വിശദീകരിക്കാൻ മടി കാണിക്കുന്നു എന്നുള്ളത് ഞാൻ കുറ്റമായിട്ടൊന്നും പറയുന്നില്ല. അല്ല, അത് കെ ബി ഗണേഷ് കുമാർ അടക്കം അത്തരത്തിൽ പറഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻപുട്ട്. എന്താണ്? കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ LDF യോഗത്തിൽ, അതായത് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ പോരാ, ഫണ്ട് കിട്ടണം എന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഉമേഷ് നടത്തിയ അഭിമുഖത്തിൽ ഉമേഷ് അക്കാര്യം ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയില്ല എന്ന് മന്ത്രി പറയുന്നുമുണ്ട്. അതെ അഭിലാഷേ, അതുതന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥിരമായി ഇതിനു വേണ്ടി ഡിബേറ്റിന് വരുന്നവർക്ക് പോലും ഒരർത്ഥത്തിൽ ആശങ്കയുണ്ട് കേരളത്തിന്റെ പോക്കിനെ കുറിച്ച് എന്നുള്ളതാണ്. ഈ ചർച്ച, ന്യൂസ് 8ന്റെ ഈ ചർച്ച ഏറ്റവും ബലവത്താക്കുന്നത്, ഇതിനെക്കുറിച്ച് നമ്മുടെ ഈ ഒരു ചർച്ചയുടെ സാങ്കത്യം വെളിവാക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ 25 വർഷമായി അദ്ദേഹം പറഞ്ഞല്ലോ, ഉത്പാദന രംഗത്ത് നമ്മൾ മുന്നോട്ട് പോകും, ഉത്പാദനം മതിയും. ഏതെങ്കിലും ഒരു വ്യവസായം കേരളത്തിൽ ഉണ്ടായോ? ഒന്നും പോലും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേരളത്തിലുള്ള കിറ്റക്സ് ഉൾപ്പെടെ വിസ്റ്റാർ ഉൾപ്പെടെയുള്ള വിഗാർഡ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്നും പുറത്തോട്ട് പോയി. ഗവൺമെന്റിന് സാമ്പത്തിക അച്ചടക്കത്തെ, ധന അച്ചടക്കത്തെ കുറിച്ച് ബോധമുണ്ടോ? ധൂർത്തും ധന ദുർവിനിയോഗവും ഏതെങ്കിലും അളവിൽ കുറയ്ക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ? എല്ലാം കുറയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നോക്കൂ,
ഒരു 10 കൊല്ലം മുമ്പ് KSRTCയിലെ ഒരു ജീവനക്കാരന് ശമ്പളം കിട്ടില്ല എന്ന് സ്വപ്നം കാണാൻ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ, ഒരുപക്ഷെ മേരി ജോർജിനെ പോലെയോ പ്രകാശ് സാറെ പോലെയുള്ള ആളുകൾ പ്രവചിച്ചപ്പോൾ പോലും കേരളം വിശ്വസിച്ചിരുന്നത് അതൊരിക്കലും പ്രായോഗികമാവില്ല, വരാൻ പോകാത്ത ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ട് കണ്ടു. ഇന്ന് സംസ്ഥാനത്തിലെ പോലീസ് ക്രമസമാധാനം പാലിക്കാനുള്ള അവർക്ക് കിട്ടിയ വാഹനത്തിൽ ഇന്ധനമടിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നു. വാട്ടർ അതോറിറ്റി ജനങ്ങളുടെ കയ്യിലേക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ശമ്പളവും വരുമാനവുമാണല്ലോ നമ്മുടെ നാട്ടിലുള്ള പമ്പിംഗ് ഏജൻസികൾ പണം കിട്ടുന്ന വരുമാനം. അതുപോലും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ധനമന്ത്രിക്ക് ഇതല്ലാതെ ഒരു മാധ്യമത്തിലുമാകുമെന്ന് പറയാൻ സാധ്യമല്ല. ഞാൻ വലിയൊരു സാമ്പത്തിക വിദഗ്ധനൊന്നും അല്ലെങ്കിലും ഉത്പാദന മേഖലയെ കുറിച്ച് പറയുന്ന ധനമന്ത്രിയുടെ ശ്രദ്ധയിലുണ്ടോ? 12% സർ 2022-23 നമ്മുടെ ഉത്പാദന മേഖലയായ കൃഷിയിൽ നിന്നുള്ള എക്സ്പെക്ടഡ് ഇൻകം. രണ്ടാമത്തെ മേഖലയായ വ്യവസായം, അതിന്റെ പ്രതീക്ഷിച്ചത് 23%. എനിക്ക് തോന്നുന്നു 1980-കളിലാണെന്നാണ് എന്റെ ഓർമ്മ. LKG പഠന ഗവേഷണ കേന്ദ്രം അന്ന് തന്നെ കേരളം നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം അളന്നുകൊണ്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാടും ഡോക്ടർ KN രാജൻ, ഞാൻ വിചാരിക്കുന്നത് 2 വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള സാമ്പത്തിക വീക്ഷണം പുലർത്തുന്ന ആളുകൾ, അന്ന് LKG ഗവേഷണ കേന്ദ്രം തന്നെ പറഞ്ഞു, അടിസ്ഥാന ഉത്പാദന മേഖലയായ കൃഷിയും വ്യവസായവും രക്ഷപ്പെടാത്തടത്തോളം കാലം ഭാവി കേരളം രക്ഷപ്പെട്ടു പോകാൻ സാധ്യമല്ല എന്നുള്ളത് ഇന്ന് നമ്മൾ അനുഭവിച്ചു തുടങ്ങുന്നു. മറ്റൊന്നും കൂടെ ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഗൾഫ് മണി. എന്റെ ഓർമ്മ 1980-കളിൽ കേരളത്തിലെ മൊത്തം ഗവൺമെന്റ് ടാക്സ് വരുമാനത്തെക്കാൾ തുകയാണ് മലയാളികൾ കേരളത്തിലേക്ക് ഒഴുക്കിയത്, പമ്പ് ചെയ്തത്. അത് ഉത്പാദനപരമായ മേഖലകളിൽ വിനിയോഗിക്കാനോ ഭാവി കേരളത്തിലെ വരും തലമുറയ്ക്ക് നല്ല തൊഴിൽ മേഖല സൃഷ്ടിക്കാനോ വരുമാനം വർദ്ധിക്കാനോ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ, പ്രത്യയശാസ്ത്ര കടുംപിടുത്തം നമ്മൾ അന്യായമായി വർദ്ധിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കുസ്തി ഉണ്ടാകുമായിരുന്നോ? KSRTC എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കടം, KSCBയുടെ കടം, വാട്ടർ, ഞാൻ ആ അക്കങ്ങളൊന്നും പറയാത്തത്, ഇത് കേരളത്തിൽ ഇത്രമാത്രം വർദ്ധിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഒരു ഉറുപ്പിക ചെലവഴിക്കാതെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന സംസ്ഥാനത്ത് 14,600 കോടി രൂപയാണ് കടമായിട്ട് ഉള്ളത്. വാട്ടർ അതോറിറ്റി, ആ കൊല്ലത്തിൽ 6 മാസം മഴ കിട്ടുന്ന കായലുകളും നദികളും സമ്പന്നമായ ഈ നാട്ടില് വാട്ടർ അതോറിറ്റി നഷ്ടത്തിലാവുന്നു. KSRTC, ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ അസുഖം അറിഞ്ഞ് ചികിത്സിക്കാൻ ഇപ്പോഴും ധനമന്ത്രി തയ്യാറാവുന്നുവോ? നോക്കൂ, ധൂത്തിന്റെ കണക്കെടുക്കുമ്പോൾ 150ഓളം സർക്കാർ വക്കീലന്മാരും ബന്ധപ്പെട്ട നീതി സംവിധാനത്തിന് വേണ്ടി ഗവൺമെന്റ്, ഞാൻ അതിനടുത്തോളം 1.5 കോടിയിലധികം രൂപയാണ് ഒരു മാസത്തേക്ക് ശമ്പളം കൊടുക്കുന്നത്. രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എത്ര കോടി രൂപയാണ് ഈ ആളുകളെ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി കേരളം വിനിയോഗിക്കുന്നത്? ശ്രീമതി മേരി ജോർജ്, ഇവിടെ ജയചന്ദ്രൻ മാസ്റ്റർ ആ ദൂരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി കുറച്ചധികം തുക ചെലവഴിക്കുന്നുണ്ടാകാം. പക്ഷേ അപ്പോഴും കേന്ദ്ര സർക്കാർ പറയുന്നത്, കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ വെള്ളൂരിൽ ഉള്ള ന്യൂസ് പ്രിന്റ് ഞങ്ങളിതാ എടുത്ത് നടപ്പിലാക്കുന്നു, ഇവിടെ സ്വന്തമായി തന്നെ വാഹനങ്ങൾ നിർമ്മാണ യൂണിറ്റുകൾ നടക്കുന്നു. ഒരുപക്ഷെ CPIഎമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെയാണല്ലോ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നൊക്കെ നിലയിലുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്ന മറുചോദ്യം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ധനവിനിയോഗത്തിനുള്ള ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്, ആ രീതിയിൽ കരുപ്പിടിപ്പിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടത്ര ആലോചനകൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനം നടത്തുന്നുണ്ടോ? അതായത് അഭിലാഷ് ആദ്യം തുടങ്ങിയ ഒരു ചോദ്യം ഉണ്ടല്ലോ, വെള്ളൂർ ന്യൂസ് പ്രിന്റ് കേന്ദ്ര ഗവൺമെന്റ് കൈയൊഴിഞ്ഞു, അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തു എന്ന് പറയുന്നത്, സത്യത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് അതായത് മാർക്സിയൻ ഫിലോസഫിയിൽ നിന്ന് വിട്ട് സ്വകാര്യ മൂലധനം മുടക്കലിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഫാസിസ്റ്റ്, ഹൈലി ഫാസിസ്റ്റായി മാറിയിരിക്കുന്നു ഗവൺമെന്റിന്റെ ചിന്താഗതികൾ എന്ന് ആരും പറയും. ഇപ്പോ ആ സ്ഥിതിയിലെത്തിയ ഒരു ഗവൺമെന്റ് എന്തുകൊണ്ടാണ് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഏറ്റെടുത്തത്? അതുപോലെ നഷ്ടത്തിലോടുന്ന KSRTC ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസാണ്, അത് വിറ്റ് തൊലയ്ക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അപ്പോൾ യാത്രാ ചെലവ് കൂടും, അത് സാധാരണക്കാരെ ബാധിക്കും. പക്ഷെ അതേ സമയത്ത് വേറെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് ഇപ്പോൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാനായിട്ട് ഇടനിലക്കാരനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ എന്താണ് പറയുക
നമ്മുടെ കെൽട്രോൺ, അതുപോലെയുള്ള ഈ 100-141 പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ളതിൽ ഒട്ടുമിക്കതും ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഗവൺമെന്റിന്റെ വർക്കുകൾ എടുത്ത് മറ്റുള്ളവർക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്ത് ചെയ്യിക്കുകയാണ്. അങ്ങനെയുള്ള ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ബജറ്റിൽ പണം കൊടുത്താണ് അവരിൽ പലതിന്റെയും ശമ്പളവും പെൻഷൻ ഇല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ആ ഒരവസ്ഥയിൽ എന്തുകൊണ്ട് അത്തരം പൊതുമേഖല, അതായത് ഈ ഗവൺമെന്റ് 100% കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയിൽ വിശ്വസിച്ച് പൊതുമേഖല മതി, സ്വകാര്യ മേഖല വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു. ഇതങ്ങനെയല്ല. നമുക്കറിയാം, ടോപ്പ് ടു ബോട്ടം പൊതുമേഖലയെ വിട്ട്, അതായത് സ്വകാര്യ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റിന്റെ ഓരോ നയപ്രഖ്യാപനങ്ങളും പരിപാടികളും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ അവയെ വിറ്റഴിച്ച് ആ മൂലധനമെടുത്ത് അത്യാവശ്യ മൂലധന ചെലവിന്, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവഴിക്കുക? അത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കാര്യത്തിലേക്ക് പോകട്ടെ. ഡോക്ടർ തോമസ് ഐസക്, അതായത് 1ാം പിണറായി ഗവൺമെന്റിന്റെ 1ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഐസക് പറഞ്ഞിരുന്നു, കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി വന്നു കഴിഞ്ഞാൽ ആ വ്യവസായ ഇടനാഴിയുടെ ഇരുവശങ്ങളിലും വ്യവസായ യൂണിറ്റുകൾ വരും. കാരണം വ്യാവസായിക ഉൽപാദനത്തിന്റെയും അത് കയറ്റി അയക്കുന്നതിന്റെയും എല്ലാ തരത്തിലുമുള്ള ലോജിസ്റ്റിക് കോസ്റ്റുകൾ കുറയും. അതുകൊണ്ട് തന്നെ വ്യവസായികൾ അങ്ങോട്ട് തീർച്ചയായിട്ടും വരും. അതിന് പക്ഷേ അവസാനത്തെ ബജറ്റിൽ ഡോക്ടർ ഐസക് പറഞ്ഞു പാലക്കാട് അതിനുള്ള ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയിരിക്കുന്നു എന്ന്. പക്ഷെ ഇപ്പൊ 2ാമത്തെ ബജറ്റാണ് ശ്രീ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ മൂലധനം, അതായത് കേരളിനെ പറ്റി കരഞ്ഞുകൊണ്ടിരിക്കുക ഗവൺമെന്റ്. അതേസമയത്ത് ഈ കൊച്ചി, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. ഈ സംസ്ഥാനത്തെ ഒരു വ്യാവസായിക ഭൂപടത്തില് ഇതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ടാകും ഈ സംസ്ഥാനത്തിന്. എന്നിട്ടും അത്തരം പദ്ധതികൾ, അതുപോലെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടി സിയാൽ മോഡലിൽ ഒരു കമ്പനി കൊണ്ടുവരുമെന്ന്. പക്ഷെ ഇതുവരെ നടപ്പായില്ല. സിയാൽ മോഡലിൽ കമ്പനി കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ കാണാറുണ്ട് റബ്ബർ കർഷകർ റബ്ബർ വെട്ടി നശിപ്പിക്കുന്നു, മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലെന്നും പറഞ്ഞ്. ഇപ്പൊ റബ്ബർ ബോർഡ് പോലും നിർത്തലാക്കി കളയുമെന്ന് കേന്ദ്ര സർക്കാർ ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. അതാണ് അവസ്ഥ. ഇനി അതുപോലെ തന്നെ ബയോ പാർക്കുകൾ, നമ്മളിവിടെ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് വിവിധ തരം ക്രോപ്പുകള് നമുക്ക് സ്പൈസസ് ഉണ്ട്, ഒരുപാട് തരം സ്പൈസസ് ഉണ്ട്, ആഗോള വിപണിയെ കീഴടക്കുന്ന തരത്തിലുള്ള മറ്റു ക്രോപ്സ് ഉണ്ട്. അവയുടെയൊക്കെ വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധനവിനുള്ള സാഹചര്യം ഈ കൊച്ചി ഇടനാഴി, വ്യവസായ ഇടനാഴി കൊച്ചി, ബാംഗ്ലൂർ വന്നാല് അത്തരം വിളകളുടെയൊക്കെ വാല്യൂ അഡീഷന്, അഥവാ ഈ ബയോ പാർക്കുകൾക്ക് ഒക്കെ വലിയ സാധ്യതകളാണ്. അതിലേക്കൊന്നും ഗവൺമെന്റ് ചെലവഴിക്കുന്നില്ല. എന്തായാലും വലിയ സാധ്യതകൾ മുന്നിലുണ്ട്, അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ ധനമന്ത്രി കുറ്റപ്പെടുത്തുന്നത് പ്രധാനമായും കേന്ദ്ര സർക്കാരിനെയാണ്. ഞാൻ ശ്രീ വി എ പ്രകാശിലേക്ക് ആ ചോദ്യത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ പ്രതികരണം കൂടി ഒന്ന് കേട്ടുവരാം. ഒരു ഇടവേളയും നമുക്ക് അനിവാര്യമാണ്. എങ്കിലും ആ പ്രതികരണത്തിന് ശേഷം ഇടവേളയിലേക്ക് പോകാം. കേന്ദ്ര ഗവൺമെന്റിന്റെ പല തീരുമാനങ്ങളും കേരളത്തിന്റെ എക്കണോമിയെ വല്ലാതെ ബാധിക്കുന്നതും പിന്നോട്ടടിക്കുന്നതുമാണ്. എങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വളർച്ചയുള്ള സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടു. 12% സ്ഥിരവിലയിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ വളർച്ച. 17% കറണ്ട് പ്രൈസസിലെ വളർച്ച. അപ്പോൾ അങ്ങനെ ഉള്ള വളർച്ചയുണ്ട്. പക്ഷെ അത് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കിട്ടേണ്ട 24,000 കോടി രൂപയാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷം വെട്ടിക്കുറച്ചേക്കുന്നത്. കേന്ദ്രം വെട്ടിക്കുറച്ചത് തന്നെയാണ്. കഴിഞ്ഞ വർഷം തന്നുകൊണ്ടിരുന്ന പണം ഇപ്രാവശ്യം തന്നില്ല. അത്രയും പണം കുറച്ചിട്ടും അത് തരാനുള്ള ഏറ്റവും അർഹമായി നമുക്ക് കിട്ടേണ്ടതായിട്ടും തരാതിരിക്കുമ്പോഴും നമ്മൾ ഇതിനകത്തുകൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ജയചന്ദ്രൻ മാസ്റ്ററോട് ചോദിച്ചാൽ എന്തായാലും അദ്ദേഹം ഇക്കാര്യം സമ്മതിക്കില്ല. ശ്രീ വി എ പ്രകാശിൽ നിന്നാണ് എനിക്ക് മറുപടി വേണ്ടത്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
ശ്രീ വി എ പ്രകാശ്, ഞാൻ ആവർത്തിക്കുന്നില്ല, അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള ലഭ്യത കുറയുന്നതാണ് വലിയ പ്രതിസന്ധി എന്ന മന്ത്രിയുടെ ഈ പ്രതികരണം, അതാണോ നമ്മൾ യഥാർത്ഥത്തിൽ നേരിടുന്നത്? നമ്മൾ ഈ പ്രതിസന്ധിയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അപ്പോൾ സംസ്ഥാന ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേരളം ഇതുവരെ കാണാത്ത ധനകാര്യ പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഇത് മുഴുവനും കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലമാണ്, ഇത് കേന്ദ്രമാണ് ഉത്തരവാദി. അതിന് 2-3 കാരണങ്ങൾ പറയുന്നു. അതായത് ഞങ്ങൾക്ക് കിട്ടേണ്ട പിന്നീട് കടമെടുക്കാനായിട്ടുള്ള പരിധി വെട്ടി കുറയ്ക്കുന്നു, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പിന്നീട് വികസനത്തിന് വേണ്ടി ഞങ്ങൾ ചിലവാക്കുന്ന തുകയൊക്കെ ഔട്ട് ഓഫ് ബഡ്ജറ്റ്, അത് ബഡ്ജറ്റിനകത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കടം എടുക്കാൻ അനുവദിക്കുന്നില്ല, കേന്ദ്ര GST കോമ്പൻസേഷൻ പോലുള്ളത് കിട്ടുന്നില്ല, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ആർഗ്യുമെൻ്റാണ് പറയുന്നത്. പക്ഷേ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ കേരളത്തിലെ ഇന്നത്തെ ഈ ധനപ്രതിസന്ധി ഇന്നുണ്ടായതല്ല, ഇത് ഒരു അടിസ്ഥാന പ്രശ്നമാണ്. ഇത് വർഷങ്ങളായിട്ട് സംസ്ഥാനത്ത് അധികാരത്തിരിക്കുന്ന സർക്കാരുകൾ നടത്തിയിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ്, മോശം ധനനയങ്ങൾ, ധനധൂർത്ത് നയങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു പരിണത ഫലമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇപ്പോൾ 2016 ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അവരാദ്യം ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചല്ലോ. ആ ധവളപത്രത്തിൽ എന്താണ് പറയുന്നത്? ഈ ബഡ്ജറ്റിലെ കണക്കുകളെല്ലാം പെരുപ്പിച്ച കണക്കുകളാണ്, ബഡ്ജറ്റിലെ നികുതി പിരിവിൽ വലിയ തോതിൽ അഴിമതി നടക്കുന്നു, ഈ അതായത് ഒരു പണവും മറ്റേ ഒന്നുമില്ലാതെ ചുമ്മാ ബഡ്ജറ്റിൽ പദ്ധതിയിൽ പ്രഖ്യാപിക്കുന്നു. ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ 2021 സംസ്ഥാനത്തിലെ പിന്നെ ശമ്പളം പെൻഷനും പോലും മുടങ്ങുമെന്ന് 2021 ധവളപത്രം പറഞ്ഞു. ആ ധവളപത്രത്തിൽ കേന്ദ്രമാണ് ഇവിടുത്തെ ധനപ്രതിസന്ധിക്ക് കാരണമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 2016 ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും നമ്മളെ ധനപ്രതിസന്ധി മെച്ചപ്പെടുത്താനായിട്ടുള്ള എന്തെങ്കിലും ഒരു ശ്രമം നടന്നില്ല. അതിനെ തുടർന്ന് പ്രളയം വന്നു, കോവിഡ് വന്നു. ഇപ്പോൾ ഉള്ള സ്ഥിതി എന്താണ്? ഇന്ന് ധനമന്ത്രി ഒരു പത്രത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഞാൻ വായിക്കാം. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ശമ്പളം പെൻഷൻ ചെലവ് 47,000 കോടിയിൽ നിന്ന് കുടിശ്ശിക അടക്കം 92,000 കോടിയായി 2 പാക്കേജുകൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ ശമ്പളവും പെൻഷനും അത് കൊടുത്തതിൻ്റെ ബാധ്യത അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ചാണെങ്കിൽ 47,000 കോടിയിൽ നിന്ന് പിന്നീട് 92,000 കോടിയായിട്ട് വർദ്ധിക്കും. അപ്പം ഞാൻ ഈ പറയുന്നത് ഈ കേരളത്തിൻ്റെ ധനസ്ഥിതി തകർത്തതിൻ്റെ ഒരു മൂല കാരണം, അതായത് ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണമാണ്. അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ബ്യൂറോക്രസി, അതായത് ഈ പിൻവാതിൽ നിയമനം, അനാവശ്യമായിട്ടുള്ള ബ്യൂറോക്രസി, അനാവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ, പിന്നെ ധനധൂർത്ത് സ്വഭാവത്തിലുള്ള ചെലവുകൾ. ഞാൻ ഒരു ഉദാഹരണം പറയാം ധനധൂർത്തിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ. അതായത് മന്ത്രിമാർക്കും MLA മാർക്കും ഒക്കെ അതായത് പരിധിയില്ലാത്ത ചികിത്സാ ചെലവ് മേടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു MLA മേടിച്ചിരിക്കുന്ന 1.9 crore, 2 കോടിയിലടുത്ത്. നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ധനധൂർത്തിന്റെ ഒരു സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഇപ്പോൾ ഏത് മേഖലയിലാണ് ധനധൂർത്തില്ലാത്ത? കണ്ണടയടക്കമൊക്കെ വലിയ ചർച്ചയായിരുന്നു. അല്ലല്ല, കണ്ണടയുടെ മാത്രമല്ല, നിങ്ങൾ ദിവസവും ഇവിടെ കേരളത്തിൽ ദിവസവും ഈ തരത്തിലുള്ള ധനധൂർത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇത് ആരുടെ പണമാണ്? ജനങ്ങളുടെ പണം, കടമെടുത്ത തുക. അതായത് പിന്നീട് ജനത്തിൻ്റെ ക്ഷേമത്തിനും നാടിൻ്റെ വികസനത്തിനും ഭരണം മെച്ചപ്പെടുത്താനും ചെലവാക്കേണ്ടുള്ള തുക നല്ലൊരു ശതമാനം ഇവിടെ യാതൊരു പരിഗണനയില്ലാതെ ധനധൂർത്ത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരിടത്ത് പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യയിലെ 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ 10 വർഷത്തിലൊരിക്കലാണ്. കേരളത്തിൽ വലിയ വിപ്ലവമാണെന്നാണ് പറയുന്നത്. 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തുന്നു. 2012 ഡോക്ടർ മേരി ജോർജും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന, ഞാൻ അധ്യക്ഷനായിരുന്ന ആ കമ്മിറ്റി ഞങ്ങൾ പറഞ്ഞു ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ കേരളം അധികം പോകില്ല. 2012 ഇന്നും ഇന്നലെയല്ലേ, 2012 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം 10 വർഷമാകണമെന്ന് പറഞ്ഞു. ആരും കേട്ടില്ല. ഞങ്ങളെ തെറി വിളിച്ചെന്നേ ഉള്ളൂ. ഞങ്ങൾ റിപ്പോർട്ട് കത്തിച്ചു, ഞങ്ങളെ അങ്ങേറ്റം തെറി വിളിച്ചു. അന്നത്തെ ഇവിടെ സർക്കാർ ധനമന്ത്രിയും പിന്നീട് മുഖ്യമന്ത്രിയും പറഞ്ഞു ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി നടപ്പിലാക്കുന്ന പരിപാടിയില്ല. നമ്മുടെ MLA മാരെ ഒരു MLA നേതൃത്വത്തിൽ റിപ്പോർട്ട് കൊണ്ടുപോയി അവിടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ കത്തിച്ചു, എന്തെല്ലാം പറഞ്ഞു. ഇന്നത്തെ സ്ഥിതി എന്താണ്?
അതായത് അന്ന് 2012 ആ തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ ക്രൈസിസ് ഉണ്ടാവില്ലായിരുന്നു. ഇന്നിപ്പോ ധനമന്ത്രി പറയുന്നത് എന്താണെന്ന് അറിയാം, ഇവിടുത്തെ ഗ്യാപ്പ് 24,000 കോടി രൂപയുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ബാക്കിയുള്ള എല്ലാ മേഖലകളും തകർന്ന് തരിപ്പ് ആയപ്പോൾ സംസ്ഥാനത്തിലെ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും വർദ്ധിച്ചു. ആ ഒരെണ്ണം നടപ്പിലാക്കാതിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നു. അപ്പോ ധനധൂർത്തം എന്തായിരിക്കാം ഈ അത്രമേൽ സ്നേഹം സംസ്ഥാന സർക്കാരിന്? അതായത് ഇവിടെ ഇപ്പോ അതായി പറഞ്ഞത് ഈ സമ്മർദ്ദ ഗ്രൂപ്പുകളെ പ്രീണിപ്പിക്കുക, അതാണല്ലോ ഈ ധനധൂർത്തിന്റെ വേറൊരു സ്വഭാവം. അതായത് പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥര് അവരുടെ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണ്, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ ശക്തന്മാരാണ്. അവർക്ക് ഈ സംസ്ഥാനത്തിന്റെ പണം വീതിച്ചു കൊടുക്കുക, അത്ര തന്നെ, അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അപ്പോ അങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോൾ ആണല്ലോ ഈ ധനസ്ഥിതി. ഇപ്പം ആയിരക്കണക്കിന് കർഷകര് നെല്ല് കൊടുത്തതിന്റെ കാശ് കൊടുക്കാനില്ല ഇന്നത്തെ സ്ഥിതി. അപ്പോൾ എല്ലാ മേഖലയിലും, അതായത് കുട്ടിയൊക്കെ പിന്നീട് ഇന്നലെ മെനഞ്ഞാന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിങ്ങിൽ നിൽക്കുന്ന കുട്ടിയൊക്കെ, സ്പോർട്സിലെ കുട്ടിയൊക്കെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ള പൈസ ഇല്ല. ഈ അടുത്ത കാലത്ത് വേറൊരു വാർത്ത എന്ന് പറഞ്ഞാൽ പോലീസിലെ അവർക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. അപ്പൊ ആ നിലയിലേക്ക് കാര്യങ്ങൾ ഇത്രയും വഷളായി. എന്തുകൊണ്ട് വഷളായി? സംസ്ഥാനത്തിൽ നിരന്തരമായിട്ട്, അതിൽ ഒരു സർക്കാരിന് മാത്രമേ ഞാൻ കുറ്റം പറയുന്നില്ല, സംസ്ഥാനത്തിൽ അധികാരത്തിലിരുന്ന സർക്കാരുകൾ നിരന്തരമായി നടത്തിയിരിക്കുന്ന, അതായത് പിന്നീട് ധനസ്ഥിതി മെച്ചമാക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള നടപടികൾ, വികസന വിരുദ്ധമായിട്ടുള്ള നടപടി, ധനധൂർത്ത സ്വഭാവത്തിലുള്ള നടപടികൾ, അങ്ങനെ ഇത് നടപ്പിലാക്കി ഈ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മുഴുവനും നശിപ്പിച്ചിട്ട് ഇപ്പോ കേന്ദ്രമാണെന്ന് പറയണതിൽ എന്താ അർത്ഥം? പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഈ ഉള്ള കണക്കുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വലിയ സഹായമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കുറഞ്ഞു പോയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ കേന്ദ്രത്തിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഗ്രാന്റ് കിട്ടിയ സംസ്ഥാനം കേരളമാണ്. അതായത് കേരളം 53,000 കോടി രൂപയാണ് 4 വർഷത്തേക്ക് ഇവിടെ സംസ്ഥാനത്തിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റായിട്ട് തന്നത്. ആ ഗ്രാന്റ് കിട്ടിയത് കൊണ്ടാണ് ഈ കോവിഡ് കാലത്ത് ഈ നമ്മുടെ ട്രഷറി അടച്ചുപൂട്ടാതെ നിലനിന്നത്. ഇനിയിപ്പോൾ അതങ്ങോട്ട് നിൽക്കാൻ പോകുന്നു, അയ്യോ അത് ഞങ്ങൾക്ക് വീണ്ടും തന്നുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയണതിൽ എന്താ അർത്ഥം? ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പരായ ഒരു സംസ്ഥാനത്തിന്, അതായത് ധനകാര്യ നിലയിൽ തകർന്ന ഒരു സംസ്ഥാനത്തിന് അവരെ ഈ തകർന്നു പോകാതിരിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു അഡീഷണൽ ഗ്രാന്റ്. ഇപ്പോ ഇതായി നമ്മളിപ്പോ ഏറ്റവും ഒടുവിലത്തെ RBIയുടെ റിപ്പോർട്ട് അനുസരിച്ച് റവന്യൂ കമ്മിയുള്ള ഏതാണ്ട് 16 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് 4ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. ഏതാണ്ട് 32,000 കോടി രൂപയുടെ റവന്യൂ കമ്മി. റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ വരവും ചെലവും തമ്മിൽ ഒന്നും ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഈ റവന്യൂ കമ്മി നികത്താൻ വേണ്ടിയാണ് ഈ കടമെടുക്കുന്നത്. എന്തിനാ കടമെടുക്കുന്നത്? കടമെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിത്യനിദാന ചെലവ് നടത്താൻ വേണ്ടിയാണ്, അല്ലാതെ വികസനത്തിന് വേണ്ടിയല്ല. അതേസമയം ഇന്ത്യയിലെ തന്നെ 12 സംസ്ഥാനങ്ങളിൽ ഒരു റവന്യൂ കമ്മിയും ഇല്ല. അവർ എടുക്കുന്ന 12 സംസ്ഥാനങ്ങൾ ലിസ്റ്റ് എന്റെ മുന്നിലുണ്ട്. ഈ RBIയുടെ കണക്കനുസരിച്ച്, ഏറ്റവും ലേറ്റസ്റ്റ് അനുസരിച്ച് അവർക്ക് കിട്ടുന്ന പണം മുഴുവനും, അവർ കടമെടുക്കുന്ന പണം മുഴുവനും വികസനത്തിന് വേണ്ടി ചെലവാക്കുന്നു. ഇവിടെ കടമെടുക്കുന്ന പണത്തിന്റെ ഏതാണ്ട് 80% നിത്യനിദാന ചെലവിന് വേണ്ടി ചെലവാക്കുന്നു. എന്നിട്ട് കേന്ദ്രമാണ് ഇത് കുഴപ്പമെന്ന് പറയണതിൽ എന്താ അർത്ഥം? ആദ്യം നമ്മുടെ ധനമന്ത്രിയും സംസ്ഥാന സർക്കാരും എടുക്കേണ്ട ഒരു നിലപാട്, സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വളരെ മോശമായിട്ടാണ് മാനേജ് ചെയ്യുന്നത്, ഇതിൽ നിന്ന് മാറ്റം വരുത്തണം, അതിനുവേണ്ടി ചിന്തിക്കണം. അല്ലാതെ വെറും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ധനസ്ഥിതി ഒന്നും മാറ്റാൻ നിൽക്കില്ല. നമ്മൾ വെറും രാഷ്ട്രീയം കൊണ്ടോ ഈ മറ്റേ പ്രചരണങ്ങൾ കൊണ്ടോ ഒന്നും ഈ പ്രശ്നം അഡ്രസ് ചെയ്യാൻ കഴിയില്ല. കേരളത്തിന്റെ ഈ ധനസ്ഥിതി മോശമാകുന്നത് മൂലം വലിയ വിഭാഗം ജനങ്ങള് വളരെ ദുരിതത്തിലാകുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയം. ശ്രീമതി മേരി ജോർജ്, ഇതിന്റെ ഒരു ആകത്തുക, ഒരു ഭാഗത്ത് ധനസ്ഥിതി അങ്ങേയറ്റം മോശം, മറുഭാഗത്ത് മന്ത്രി തന്നെ പറയുന്നു 100 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്ന സൂചനയാണ് എന്ന്. അപ്പോൾ എന്തായിരിക്കും ഒരു സാധാരണക്കാരന്റെ അവസ്ഥ? അതായത് 100 വർഷത്തിനിടയ്ക്ക്, അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം മുഴുവനും ഇങ്ങനെ മാന്ദ്യത്തിലേക്ക് പല ആവർത്തി കുറേശ്ശെ 2008 നമുക്കറിയാം ആഗോള മാന്ദ്യമുണ്ടായി. ഇപ്പൊ ഈ കോവിഡിന് ശേഷം വീണ്ടും ഉക്രൈൻ വാറും കോവിഡും ഏകദേശം അടുപ്പിച്ചടുപ്പിച്ച് വന്നതോടുകൂടി വീണ്ടും ഒരു ആഗോള മാന്ദ്യം ഉണ്ട്. ശരിയാണത്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ, യൂറോപ്പിലൊക്കെ ഇപ്പോഴും വില നിലവാരം ഇന്ത്യയിലേക്കാളും ഉയർന്നു നിൽക്കുകയാണ്. ശരിയാണത്. പക്ഷെ അത് കാരണം കൊണ്ട് ആ വികസിത രാജ്യങ്ങളെയും
ഇന്ത്യയെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവരൊക്കെ അതായത് വളർച്ചയുടെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ എത്തിയ രാജ്യങ്ങളാണ്. അവർക്കിനി വളർച്ച 1%, 2% അല്ലെങ്കിൽ തന്നെ 3% കൂടിയ വളർച്ച വികസിത രാജ്യങ്ങൾക്ക് നേടുക സാധ്യമല്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ വികസ്വര രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 8-10% മുതൽ വളർച്ച നേടാൻ പറ്റേണ്ടതാണ്. ആ സാഹചര്യവും മറ്റേ സാഹചര്യവും തമ്മിൽ, ആഗോള സാഹചര്യവും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് തന്നെ അപക്വമായ ഒരു താരതമ്യപ്പെടുത്തലാണ്. പിന്നെ എനിക്ക് ഈ കടത്തെ പറ്റി തന്നെ അല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതിനെ പറ്റി ഞാൻ ഒരു ഇത്തിരി കൂടി കൂട്ടിച്ചേർക്കാൻ ഡോക്ടർ പ്രകാശ് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ, അതായത് ഈ 15th ഫിനാൻസ് കമ്മീഷൻ ബേസ് ആയിട്ട് എടുത്തത്, അതായത് ഓരോ കമ്മീഷനും എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് ഈ നികുതിയുടെ ഡിവിസിബിൾ പൂളിൽ നിന്ന് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് പങ്കിടേണ്ടത് എന്നത് തീരുമാനിക്കുന്നത് ഇത് 14ാം ധനകാര്യ കമ്മീഷൻ വരെ 1971 പോപ്പുലേഷൻ ആയിരുന്നു എടുത്തിരുന്നത്. അന്ന് കേരളത്തിന്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 3.83% ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് പോപ്പുലേഷൻ പോളിസി സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നന്നായിട്ട് നടപ്പാക്കി. ഈ 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഒരു ബേസ് മാറ്റം 1971 പോപ്പുലേഷൻ എന്നുള്ളത് 2011 പോപ്പുലേഷൻ ആക്കി മാറ്റി ബേസ്. അപ്പൊ എന്താ സംഭവിച്ചത്? എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും പോപ്പുലേഷൻ കുറഞ്ഞു പോയി. ഇന്ത്യയുടെ പോപ്പുലേഷനുമായിട്ട് പെർസെന്റേജ് ഒത്തിരി കുറഞ്ഞു. ഇന്ത്യയുടെ പോപ്പുലേഷൻ, കേരളത്തിന്റെ പോപ്പുലേഷൻ ഈ 2011 സെൻസസ് അനുസരിച്ച് 2.7% ഉള്ളൂ. 3.83% നിന്ന് 2.7% കുറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഡിവിസിബിൾ പൂളിൽ നിന്ന് 14ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് 2.58% തന്നത് 15ാം ധനകാര്യ കമ്മീഷൻ 1.93% കുറഞ്ഞു. ഈ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റിൽ അത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊരു കുറവ് തന്നെയാണ്. പക്ഷേ അതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് മിസ്റ്റർ പ്രകാശ് പറഞ്ഞതുപോലെ ഈ റവന്യൂ ഗ്രാന്റ് തന്നുകൊണ്ടിരുന്നത്. പക്ഷെ എല്ലാ കാലത്തും റവന്യൂ ഗ്രാന്റ് ഒരു കേന്ദ്രവും തരില്ല. പിന്നെ അഭിലാഷ്, ഞാൻ ഒരു കാര്യത്തിലേക്ക് നേരത്തെ പറയാൻ അവസരം കിട്ടാത്തത് കൊണ്ട്, അതായത് ധനമന്ത്രിയുടെ സ്വരം കേൾപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോ അതായത് സാങ്കേതിക മികവിൽ ഉണ്ടാകുന്ന, ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റം മുഖാന്തരം നേരത്തെ തൊഴിൽ ചെയ്തിരുന്നവരുടെ തൊഴിലിൽ നിന്ന് നിഷ്കാസിതരാകുന്നു. പുതിയ തൊഴിലുകൾ അവർക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാകുന്നു. ശരിയാണത്. കാരണം ഇപ്പൊ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും റോബോട്ടിക്സിന്റെയും ഒക്കെ കാലമാണ്. പക്ഷെ എല്ലാവരും ഒന്നും അത്തരം ജോലിയിലേക്ക് പോകുന്നില്ല. ഇതുവരെ ഒരുപാട് പേരെ അത്തരം ജോലികളിൽ നിന്ന് അത്തരം പിന്നെ ടെക്നോളജി കാരണം ഒരുപാട് പേരെ പിരിച്ചു. നമുക്കറിയാം, അതായത് ഗൂഗിള് അങ്ങനെയുള്ള എല്ലാ ലോക പ്രശസ്ത കമ്പനികളും 10,000-10,000 പേരെ വീതം പിരിച്ചുവിടുകയാണ്. അതെ, അങ്ങനെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് തോമസ് ഐസക്കിന്റെ ആദ്യ ബജറ്റിൽ തന്നെ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ഇല്ലേ, അതായത് നോളജ് ഹബ് ആക്കുക, കേരളത്തെ നോളജ് ഹബ് ആക്കുക എന്നതാണ്. അതായത് നമ്മുടെ പരിമിതി മൂലമാണ് ഒരുപക്ഷെ ഈ ചർച്ച എവിടെയും നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നറിയാം. മാത്രവുമല്ല, ശ്രീ ടി.പി. ജയചന്ദ്രനിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത് ബി എ പ്രകാശ്. റൈറ്റ്, ജയചന്ദ്രൻ മാസ്റ്റർ, സമയമില്ലാത്തത് കൊണ്ടാണെങ്കിലും വളരെ പെട്ടെന്ന് പറയൂ. അല്ല അഭിലാഷേ, ഒന്നത് കേന്ദ്രത്തിന്റെ പിടിപ്പുകേട് ഉണ്ടാകണമെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലായിടത്തും ഒരുപോലെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകണം. താങ്കൾ തന്നെ പറഞ്ഞു തമിഴ്നാട്ടിൽ ഇവിടെ ഇത്തരത്തിലില്ല. രണ്ടാമത് മേരി ജോർജിനോട് എനിക്കൊരു ഒരു ആശങ്ക ഞാൻ ചോദിക്കുന്നത്, അവർ പറഞ്ഞു KSRTC ഉള്ളത് കൊണ്ടാണ്, പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ഉള്ളത് കൊണ്ടാണ്. ഞാൻ മേഡം, ഈ കഴിഞ്ഞ കൂലി കൂട്ടാൻ കാരണം KSRTC കേരളത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു സ്വകാര്യ ബസ് തൊഴിലാളിയും യാത്രാ നിരക്ക് കൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് KSRTCയുടെ കെട്ടുകാര്യസ്ഥത മൂലം KSRTC കോഴിക്കോട്ട് ഒരു ടവർ നിർമ്മിച്ചു. 17 കോടിയായിരുന്നു തുടക്കത്തിൽ, 90 കോടിയിലെത്തി. 7 രൂപയ്ക്ക് അത് കൊടുക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, സത്യത്തിൽ കേരളത്തിലെ KSRTC അല്ലേ ശാപം?
അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ബസ് ചാർജ് കൂട്ടുന്നത്? സ്വകാര്യ മുതലാളി പുതിയ തീർച്ചയായും. പക്ഷേ അത്തരത്തിലല്ല സേവന മേഖല എന്ന രീതിയിൽ കണക്കാക്കി ചെയ്യേണ്ടത് എന്ന് കൂടിയാണ് ശ്രീമതി മേരി ജോർജ് പറഞ്ഞത്. അതായത് ഇത് പൂർണ്ണമായും സ്വകാര്യ മേഖലയിലേക്ക് പോയാൽ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം. ഞാനിന്ന് ഇടപെടുന്നത് തീർച്ചയായും നമുക്ക് സമയപരിമിതിയുണ്ട്. വരും ദിവസങ്ങളിലും തുടർ ചർച്ചകൾ ആവശ്യമായി തന്നെ വരും. ഇതേ അതിഥികളുമായി തന്നെ നമുക്ക് വീണ്ടും കാണാം. കാരണം ഇവർക്ക് തന്നെ ഇനിയും ഏറെ പറയാനുണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അത്രമേൽ വലിയ ആശങ്കയിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി അഭ്യസ്തവിദ്യരായ ഇന്ത്യക്കാർ ഇപ്പോൾ ഈ രാജ്യം തന്നെ, ഇന്ത്യക്കാർ എന്നുള്ളതല്ല, കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപകമായി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം വിഷയങ്ങളിലേക്കൊന്നും നമുക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ചയായി തന്നെ തുടരാം. എന്തായാലും ഈ ബജറ്റ് പ്രതീക്ഷ സാധാരണക്കാർ എങ്ങനെ പങ്കുവെക്കുന്നു, ആശ്വാസകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ ഓൺലൈൻ വഴി അഭിപ്രായം ആരാഞ്ഞത്. 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരിൽ 74% പ്രേക്ഷകരും ഇത് പ്രതീക്ഷിക്കേണ്ടതില്ല, സാധാരണക്കാരൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നേരിടാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. കേവലം 16% പേർ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ബജറ്റ് ആശ്വാസമാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. 10% പേർ അഭിപ്രായമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നമസ്കാരം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി.